ഹായ്, എനിക്ക് എല്ലാവരോടും കൂടി പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾക്ക് ജീവിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ മറ്റുള്ള കാര്യത്തിൽ കയറി ഇടപെട്ട് അവരെ ജീവിതം കോനാട്ടാക്കുന്നത്? നിങ്ങൾ ഇവരെ കയറി ജീവിതത്തിൽ കയറി ഇടപെട്ടപ്പോൾ തുടങ്ങിയിട്ടാണ് ആ മക്കൾക്ക് വരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്താ പറയുക, ഇരേണി ചേച്ചിനെ പറ്റിയിട്ട്. അവരിഷ്ടത്തിന് ജീവിക്കുന്ന നിങ്ങൾ അവരെ കയറി ഇടപെട്ട് കാരണമാണല്ലോ അവരെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കേടാക്കി വെച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ശ്രീനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവരുടെ ഭർത്താവ് മരിച്ചെന്ന് വെച്ചാൽ സുധിച്ചേട്ടൻ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവർ വീട്ടിൽ കയറിയിരുന്ന അവരെ വീട്ടിൽ ആര് ചെലവിന് കൊടുക്കും? അവർക്ക് ആര് തിന്നാൻ കൊടുക്കും? അവരെ മക്കൾക്ക് ആര് തിന്നാൻ കൊടുക്കും? നിങ്ങൾ കൊടുക്കും? ഇല്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ട വർക്ക് അവർ ചെയ്തോട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്കല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരാൾ അടിച്ചേൽപ്പിക്കാൻ നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ അവരെ കാര്യം എന്താ പറയുക, എല്ലാവരും കാര്യത്തിൽ കയറി ഇടപെടണം മുമ്പായിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഡ്രസ്സിങ് മോശമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ പിന്നെ നിങ്ങൾ ഇടുള്ളൂ. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം അവർക്ക് ഇഷ്ടമുള്ളതേ അവരത് ചെയ്യുള്ളൂ. പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കയറി ഇടപെട്ട് അവരെ നാട്ടിക്കാനും പിടിക്കാനും? അവർ ജീവിതം അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നിങ്ങളൊക്കെ കയറി അവരെ എന്താ പറയുക, ഇടങ്ങിയാറാക്കാണ്ടിരുന്നാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ കയറി അവരെ ഇടങ്ങിയാറാക്കുന്നില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അവരെ ജീവിതത്തിൽ കയറി ഇടപെട്ട് അവരെ ഇടങ്ങിയാറാക്കുന്നത്? പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രീഡത്തിൽ നിങ്ങൾ ജീവിക്കുന്നു, അവരെ ഫ്രീഡത്തിൽ അവർ ജീവിക്കുന്നു. അതിലെന്താ കുഴപ്പം? എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾക്കാണ് കുഴപ്പം, അവർക്കല്ല കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം. ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിനെ പറ്റി അവർ മോശമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അവരുടെ ഡ്രസ്സിൻ്റെ മോശത്തിനെ പറ്റി പറയുന്നത്? അവർ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഷൂട്ട് ചെയ്യുകയോ സിനിമയിൽ അഭിനയിക്കുകയോ എന്ത് വേണം ചെയ്തോട്ടെ. ഈ ബോഡി ഷെയിമൊക്കെ എന്തിനാ? നിങ്ങൾക്ക് അതൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാൻ വേണ്ടി പോകണം ഈ ജീവിതത്തിൽ നിന്ന്? അവരെ കുറ്റപ്പെട്ട് അവരെ നാണം കെടുത്തി എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്? നിങ്ങളും അവരെ വിറ്റ് തന്നെയല്ലേ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നത്. എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എന്ത് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അവരൊക്കെ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുത്താൽ തൂങ്ങാനുള്ളൂ. എന്നുവെച്ചാൽ ബോഡി ഷെയിം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടിട്ട്. പിന്നെ എന്തിനാ വെറുതെ വയ്യാവിയിലേക്ക് വിളിച്ച് വരുന്നത്? നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി നിങ്ങൾക്ക് ജീവിച്ചാൽ പോരെ. മറ്റുള്ളവരെ കുടുംബത്തിൽ കയറി ഇടപെട്ട് എൻ്റെ പൊന്നെ, പണ്ടത്തെ അയൽവക്കക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ അയൽവക്കക്കാരൻ കാട്ടി വലിയ മോശമാണെന്ന് തോന്നുന്നത് നിങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അവർ മിനിമം ഇടപെടുള്ളൂ. നിങ്ങൾ അതിൻ്റെ ഓവറാണ് എല്ലാത്തിലും ഇടപെടുന്നത്. കുറച്ചൊക്കെ ഒതുങ്ങുക എല്ലാവരും. ഇതിപ്പോൾ കുറേ ആയി അവരെ ബേക്കിൽ ഇങ്ങനെ തൂങ്ങി അവരെ കേസ് നാറ്റിച്ച് പിടിച്ച് എന്താ പറയുക, അവരെന്തെങ്കിലും പെട്ടെന്ന് സൂയിസൈഡ് എന്തെങ്കിലും ചെയ്തു പോയിക്കാൻ ആര് തൂങ്ങും? നിങ്ങളൊക്കെ തന്നെ തൂങ്ങത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോറി. താങ്ക് യു.